നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീനും വാഴക്കയും കൊണ്ട് ഒരു തീയൽ ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വാഴക്ക, ഒരു 1/4 കിലോളം ഉണ്ടാവും. വാഴക്ക കഴുകി അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അതിൻ്റെ കറയൊന്ന് ഇളകി വരാൻ വേണ്ടി. വാഴക്കയ്ക്ക് കറ ഉണ്ടാവില്ല, അതൊന്ന് പോകാൻ വേണ്ടിയാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, വലിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒരു മുറിയുണ്ട്, ഒരു തേങ്ങയുടെ പകുതി. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില അരക്കാനുള്ളതാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. 1 മുറിയോളം തേങ്ങ ചെറിയ വെച്ചാണ് ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് വലിയ ജീരകവും. ഈ പാൻ വാങ്ങിയപ്പോൾ നല്ല സുന്ദരക്കുട്ടപ്പനായിരുന്നു, നോൺ സ്റ്റിക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് വയസ്സായി, നല്ല സാരമില്ല, പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നടക്കട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മഞ്ഞ് കട്ടയെന്ന് തോന്നും, പക്ഷെ അത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വയനാട്ടിലാവണ്ടേ, തണുത്ത് പറഞ്ഞു പോയതാണ്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടി ഇട്ട് ചറവറ അങ്ങ് വഴറ്റിയെടുക്കുക. വഴറ്റാൻ കൈ ഇളക്കാണ്ട് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി അത് മാറ്റി വെക്കുക, അത് തണുത്തോട്ടെ. നമുക്കൊരു ചട്ടി വെച്ച് അതിൽ പോയൊക്കെ വരുമ്പോൾ ഒരു വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരണം. ചട്ടി ഒരു ബ്രേക്ക് ഡാൻസൊക്കെ കളിച്ച് ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ടമാർ പടാർ ടേറ്റോ ടോ കടുക് അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. പൊട്ടിത്തെറിച്ച് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. ബാക്കി വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. 5-6 കിടപ്പുണ്ട്, നമുക്കത് മതി. വെള്ളം കൊണ്ട് വേണം പോലെ ആക്കാം നമുക്ക്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് അല്ല വെളുത്തുള്ളി, പച്ചമുളകുണ്ട് ഇട്ട് വീണ്ടും ചെറവറ വഴറ്റുക. വഴറ്റിലൊന്നും ഒരു കുറവും വരുത്തരുത്, വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് എന്താ സാധനം, കൊച്ചുള്ളി അഥവാ ചെറിയ ഉള്ളി എന്നൊക്കെ പറയും. നാട്ടിലുള്ളി എന്നാണ് പറയുക, ചില സ്ഥലത്ത് കൊച്ചുള്ളി എന്ന് പറയും. ഇവിടെ വയനാട്ടിൽ ചെറിയ ഉള്ളി എന്ന് പറയും. സാധനം ഒന്ന് തന്നെയാണ്. അതിനെ അരിഞ്ഞ് പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് വഴറ്റുക. വഴറ്റിലാണ് നമ്മുടെ മെയിൻ കലാപരിപാടി കേട്ടോ. ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കും. ഏകദേശമൊക്കെ ആയെന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഈ പറഞ്ഞ പൊടികളൊക്കെ കൂടി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത്. അവിടെ സാധനം വരട്ടെ. അതാ വന്നു. ഇതാണ് സാധനം കേട്ടോ. അതിട്ടാലും വഴറ്റേണ്ടി വരും. വഴറ്റി അങ്ങനെ തന്നെ ഇളക്ക്. അതിലേക്ക് 2 തക്കാളിയാണത്. ഇടത്തരം 2 തക്കാളി കുനുകുനാന്നരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കുക. അത് ഏകദേശം വെന്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി എന്താ ചേർക്കണത്? ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ, വറുത്ത് വെച്ച തേങ്ങയാണ്. ഇത് ജാറിലിട്ട് വെച്ചാണ്. അപ്പോൾ നമുക്ക് വാഴക്ക അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ചാനൽ കൂടിയുണ്ട്, ഇസ്മായിൽ എഫ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നല്ല വെളുത്തിട്ട് പാറിക്കുന്ന പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വെളുത്തിട്ട് പാറണമെന്നുള്ളവരൊക്കെ ആ ചാനൽ പോയി കാണണം കേട്ടോ. അടിപൊളി പരിപാടിയാണ്. ഇറ്റ്സ് മൈ ലൈഫ് അതാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും സെർച്ച് ചെയ്ത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാക്കുളിക്ക് പോയി.
അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ വലുതാ തിളച്ച് വരുന്നു. നമുക്ക് അതിലോട്ട് ചെമ്മീൻ ചേർക്കാം. എൻ്റെ അമ്മോ, ഉണ്ടോ പെണ്ണുമ്പോൾ കാണിക്കാൻ പരിപാടി ഉണ്ടോ? അത് വീഡിയോ എടുക്കണം, എന്നാൽ ഓരോ സ്പൂൺ കൊണ്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കണ്ടേ? ചോദിക്കാൻ പറ്റില്ല, കാരണം ജയ 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 ഹേ പടം ഉണ്ടല്ലോ, തിയേറ്ററിൽ പോയി കണ്ട ആള് കക്ഷി. ടി വിയിലെ മൊബൈലൊക്കെ കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് നല്ല സൗണ്ട് എഫക്റ്റിൽ കണ്ട് അതിനുശേഷം നമ്മളതൊരു വിലയില്ല. പണ്ട് പുല്ല് വില ഉണ്ടായതാ. പോട്ടെ, അത് മൂടിച്ചെടുക്കും ഉപയോഗിക്കാട്ടോ. വെന്ത് വരുന്നുണ്ട്. നമുക്കതാ നേരത്തെ അരച്ച് വെച്ച തേങ്ങ, കാഡ്ബറീസ് കുറുക്കിയ പോലെ ഉണ്ടല്ലേ, കിടക്കട്ടെ. അങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്ക് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് പോയി എല്ലായിടത്തും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കരിവേപ്പില ചെടിയോടെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ട് മൂടി വെക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചോറുണ്ടാക്കുന്നില്ല, പകരം പൊറോട്ട തിന്നാന്ന് വിചാരിച്ചു. പൊറോട്ടയും ഈ സാധനം കൂടി നല്ലൊരു കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ നോക്കിയിരുന്നോ? ഓക്കെ, താങ്ക് യു.